പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ അതേപോലെ ലഡാക്കിന് സുരക്ഷാ കവചമൊരുക്കാൻ കനത്ത പ്രതിരോധം തീർക്കാൻ ഇന്ത്യ ശക്തമായ നീക്കങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ തദ്ദേശീയമായി വികസിപ്പിച്ച തോളിൽ നിന്നും തൊടുത്തുവിടുന്ന മിസൈലുകളുടെ പരീക്ഷണത്തിനൊരുങ്ങുകയാണ് DRDO. ഷോൾഡർ ഫയർഡ് എയർ ഡിഫൻസ് മിസൈലാണ് ഇനി കളത്തിലിറങ്ങുക. ലഡാക്കിന് സുരക്ഷയൊരുക്കാൻ സേനയ്ക്ക് കൂടുതൽ കരുത്തു പകരാൻ ഈ നീക്കം സഹായിക്കുമെന്നത് ഉറപ്പാണ്. ഷോൾഡർ ഫയർഡ് മിസൈലുകൾ പ്രധാനമായും പാകിസ്ഥാൻ ചൈനീസ് അതിർത്തികളിലാകും വിന്യസിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ലഡാക്കിൽ സംഭവിക്കാൻ പോകുന്നത് നിർണായകമായ നീക്കങ്ങൾ തന്നെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷമാകും ഈ മിസൈൽ സേനയ്ക്ക് കൈമാറുക. അതിർത്തി പ്രദേശങ്ങളിൽ അതിവേഗം ചലിക്കുന്ന ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ തുടങ്ങിയ വ്യോമ ലക്ഷ്യങ്ങളെ നേരിടാൻ ഇന്ത്യൻ കരസേനയുടെയും വ്യോമസേനയുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ടാണ് ഈ ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ മിസൈലുകൾ വികസിപ്പിക്കുന്നത്. ലഡാക്ക്, സിക്കിം പോലെയുള്ള പർവ്വത പ്രദേശങ്ങളിൽ തദ്ദേശീയ ട്രൈപോഡ് ഘടിപ്പിച്ച ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ മിസൈലിന്റെ ഉയരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്താനാണ് DRDO ശ്രമിക്കുന്നത്. തോളിൽ നിന്നും തൊടുത്തുവിടുന്ന മിസൈലുകളുടെ പരീക്ഷണത്തിന് DRDO മുന്നിട്ടിറങ്ങിയതോടെ സേനയ്ക്കിനി വ്യോമ ലക്ഷ്യങ്ങളെ ഞൊടിയിടയിൽ തകർക്കാൻ കഴിയും. പ്രതിരോധ സേനയുടെ കരുത്ത് ഇരട്ടിയായി വർദ്ധിപ്പിക്കും. പാകിസ്ഥാൻ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള വ്യോമ ഭീഷണി നേരിടാൻ പുതിയ നീക്കം വഴിതെളിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. 6800 കോടിയുടെ പദ്ധതിയാണ് ഇത്. കരസേനയുടെയും വ്യോമസേനയുടെയും ഇൻവെന്ററിയിലുള്ള നിലവിലെ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് മിസൈലുകളെല്ലാം LR ഹോമിംഗ് ഗൈഡൻസ് സംവിധാനങ്ങളാൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ദീർഘദൂര, ഹ്രസ്വദൂര ലക്ഷ്യങ്ങൾ ലോക്ക് ചെയ്യാനും നിർവീര്യമാക്കാനുമുള്ള കഴിവ് മിസൈൽ സംവിധാനം തെളിയിച്ചിട്ടുണ്ട്. ഷോർട്ട് റേഞ്ച് ടാർഗറ്റിംഗിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നും കൂടാതെ സിസ്റ്റം പൂർത്തീകരണത്തിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കുകയാണെന്നുമാണ് അധികൃതർ പറയുന്നത്. നോക്കൂ, വർഷങ്ങളായി ഇന്ത്യൻ പ്രതിരോധ മേഖല ഗണ്യമായ വളർച്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഇന്ന് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ലോകോത്തര നിലവാരം പുലർത്താൻ കഴിയും. രാജ്യത്തിന്റെ സുരക്ഷയിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിയുന്ന ആയുധ സംവിധാനങ്ങൾ നമ്മുടെ ഇന്ത്യക്കുണ്ട്. ഗുണനിലവാരം, ഈട്, അതേപോലെ തന്നെ ഉയർന്ന നിലവാരം പുലർത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആയുധങ്ങളാണ് നമുക്കുള്ളത്. നമുക്കറിയാം, തന്ത്രപരമായ പ്രാധാന്യമുള്ള ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യയുടെ മിസൈലുകളിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ മിസൈലുകൾ സ്വാതന്ത്ര്യാനന്തരം വിവിധ മിസൈൽ പ്രോഗ്രാമുകളിലൂടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം IGMDP ഏറ്റവും പ്രധാനപ്പെട്ടതും വിജയകരമായ ഒന്നാണ്. ഈ മിസൈൽ സംവിധാനങ്ങളുടെ വികസനം ഏഷ്യ പസഫിക് മേഖലയിൽ ശക്തിയുടെ സന്തുലിതാവസ്ഥയും തന്ത്രപരമായ സ്ഥിരതയും നിലനിർത്താനും മികച്ച ശക്തി പദവി കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു. പൃഥ്വി, ആകാശ്, അഗ്നി, ബ്രഹ്മോസ്, സാഗരിക തുടങ്ങിയവ ഇന്ത്യക്ക് ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളെയും ഭീഷണികളെയും നേരിടാൻ വികസിപ്പിച്ചെടുത്ത മിസൈലുകളാണ്. ഏത് സംഘടന സാഹചര്യത്തിലും ആക്രമണാത്മകവും പ്രതിരോധപരവുമായ കഴിവുകൾ ശക്തിപ്പെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഇന്ത്യയുടെ മിസൈൽ സംവിധാനങ്ങളുടെ സവിശേഷതകൾ നമ്മൾ ആഴത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് തദ്ദേശീയ സാങ്കേതിക വിദ്യ, ദ്രുത പ്രതികരണ ശേഷി, ഉയർന്ന കൃത്യത, മാരകത എന്നിവയൊക്കെയാണ് ഇന്ത്യൻ മിസൈലുകളുടെ മുഖമുദ്ര. കൃത്യത കൈവരിക്കുന്നതിന് ഇൻഡസ്ട്രിയൽ നാവിഗേഷൻ സിസ്റ്റങ്ങൾ, സാറ്റലൈറ്റ് നാവിഗേഷൻ, റഡാർ, ഒപ്റ്റിക്കൽ സീക്കറുകൾ തുടങ്ങിയ നൂതന മാർഗനിർദ്ദേശ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയുടെ മിസൈലുകളിൽ ഉൾക്കൊള്ളുന്നു. അതേപോലെ തന്നെ ഇന്ത്യയുടെ മിക്ക മിസൈലുകളിലും ഖര ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നു. അവയ്ക്ക് ദ്രുത പ്രതികരണ ശേഷി നൽകുന്നു. കുറഞ്ഞ തയ്യാറെടുപ്പും വിക്ഷേപണ സമയവും വേഗത്തിലുള്ള പ്രതികരണത്തിനായി സായുധ സേനയ്ക്ക് വഴക്കം നൽകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ DRDO സ്ഥാപിതമായതിനു തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ മിസൈൽ പ്രോഗ്രാമുകൾ ആരംഭിച്ചു. പ്രതിരോധവും ആക്രമണാത്മകവുമായ ആവശ്യങ്ങൾക്കായി മിസൈലുകൾ വികസിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രധാനമായ സംരംഭമാണ് നേരത്തെ പറഞ്ഞ IGMDP. നൂതന മിസൈൽ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നതും എടുത്തു പറയണം. എന്തായാലും അതിർത്തിയിൽ കാവലായി നിൽക്കുന്ന സൈനികർക്ക് കൂടുതൽ കരുത്തേകാൻ വമ്പൻ നീക്കങ്ങൾ തന്നെയാണ് അണിയറയിൽ നടക്കുന്നത്. ശത്രുവിനെ തുരത്തി ഓടിക്കുവാൻ, ശത്രുവിനെ ചുട്ട മറുപടി കൊടുക്കുവാൻ ഇന്ത്യൻ സൈന്യത്തിന് ഇനി അനായാസം സാധിക്കും. ഇപ്പോഴും അവർ അത്തരത്തിൽ മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ആ നിലയ്ക്ക് പുതിയ ആയുധങ്ങൾ കൂടി എത്തുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ സുഗമമാകും എന്നതാണ് മനസ്സിലാക്കേണ്ടത്.